അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും എല്ലാ സലാമത്തും നൽകട്ടെ, എല്ലാ ഷർറുകളിൽ നിന്നും രക്ഷ നൽകട്ടെ, എല്ലാ നന്മകളും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഞാൻ പറയുന്നത് ടെൻഷൻ. എത്രയോ ആളുകൾ പല കാരണങ്ങളാൽ ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്നെ സമീപിക്കാറുണ്ട്, എനിക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, ടെൻഷൻ മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അപ്പോൾ ഈ ടെൻഷൻ എങ്ങനെയാണ് വന്നത് നമ്മൾ ആദ്യം നോക്കണം. പല കാരണങ്ങളാൽ ടെൻഷൻ വരും. ശാരീരിക അസ്വസ്ഥതകൾ കാരണം ടെൻഷൻ ഉണ്ടാകും. പല പല രോഗങ്ങൾ കാരണം ടെൻഷൻ ഉണ്ടാകും. കുടുംബത്തിൽ പല പ്രശ്നങ്ങളാൽ ടെൻഷൻ ഉണ്ടാകും. അതുപോലെ ജോലി സംബന്ധമായി പല ടെൻഷനുകൾ ഉണ്ടാകും. അതുപോലെ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാവും. കടങ്ങൾ കൊടുക്കാനുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാവും. കടങ്ങൾ കിട്ടാനുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പല പ്രശ്നങ്ങളാൽ ടെൻഷൻ ഉണ്ടാകും. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് അത് നടക്കാതിരുന്നാലും ടെൻഷൻ ഉണ്ടാകും. ചില ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കില്ല, ആ സമയം മടിയാവും, അതിന് ടെൻഷൻ ഉണ്ടാവും. ചില ആൾക്ക് മാറാവ്യാധി രോഗങ്ങൾ കാരണം ടെൻഷൻ ഉണ്ടാവും. ചില ആളുകളുടെ മക്കൾ ദുസ്വഭാവവും ദുശ്ശീലങ്ങളും ചെയ്ത് നടക്കുന്ന മക്കളുള്ള രക്ഷിതാക്കൾക്കും ടെൻഷൻ ഉണ്ടാകും. മക്കളെ കെട്ടിക്കാൻ, വീടെടുക്കാൻ, അങ്ങനെയുള്ള കാരണങ്ങളാൽ അത് സാധിക്കാതെ വരുന്ന ആളുകൾക്കും ടെൻഷൻ ഉണ്ടാകും. ഡിപ്രഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു വിഷമവും സങ്കടവും പേടിയും. ഇതാണ് ടെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ലാത്ത വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, പേടിയുണ്ടാവും, ഒരു തരം ഉൾഭയം. ഇതിനാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളാലുള്ള ടെൻഷൻ നമുക്ക് മാറ്റണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പരിധി വരെയൊക്കെ നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്തുക. എനിക്കൊന്നും സംഭവിക്കൂല, എനിക്ക് ആ ജോലി കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ജീവിക്കും, എൻ്റെ കടങ്ങൾ ഞാൻ വീട്ടും, എങ്ങനെയെങ്കിലും വീട്ടും, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കും എന്ന് മനസ്സിന് ആദ്യം നമ്മളൊരു പോസിറ്റീവ് എനർജി നമ്മളെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്ത് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം. നല്ലതേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പടച്ചോനെ എനിക്ക് കടം കൊടുക്കാനുണ്ടല്ലോ, എൻ്റെ മക്കളെ കെട്ടിക്കാനുണ്ടല്ലോ, വീടുണ്ടല്ലോ, വീടെടുക്കാനുണ്ടല്ലോ, ഒന്നും നടക്കുന്നില്ല, ഞാനിനി എന്തു ചെയ്യും, എൻ്റെ ഭർത്താവിനെ നോക്കുന്നില്ല, എൻ്റെ കുടുംബങ്ങളെന്നെ നോക്കുന്നില്ല, ഞാനിനി ആത്മഹത്യ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും ചിന്തിക്കരുത്. പിടിച്ചു നിൽക്കണം. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കുക. ആരും നമ്മളൊന്നും ചെയ്യില്ല, പിടിച്ചു നിൽക്കുക. എന്നിട്ട് നമ്മുടേതായ ഓരോ മതക്കാർക്കും അവരുടേതായ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളെ വിളിച്ച് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓരോ മതക്കാർക്കും ഓരോ വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥങ്ങൾ, അവരുടേതായ വേദഗ്രന്ഥങ്ങൾ അവർ വായിക്കുക. ആ വായിക്കുന്ന സമയത്ത് വേദഗ്രന്ഥങ്ങൾ വായിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും ടെൻഷൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കുറഞ്ഞതുപോലെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു പോംവഴി അതാണ്. അതുപോലെ വല്ലാതെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നല്ലോണം പ്രാർത്ഥിക്കുക, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. പിന്നെ കൂട്ടും കുടുംബമായിട്ട് എല്ലാ ആളുകളുമായിട്ടൊന്ന് ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇടപഴകുക. അപ്പോഴൊക്കെ ടെൻഷൻ മാറും. അതിന് പുറമെ ഒഴിവുള്ള സമയത്ത്, ഒഴിഞ്ഞ സമയത്തൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുക. ആകാശത്തിലേക്ക് നോക്കിയിരിക്കുമ്പോഴും ആ ദൈവിക ഒരുപാട് വിസ്മയങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യണം. വെറുതെ നോക്കിയിരുന്നാൽ പോരാ. അപ്പോഴും നമ്മളെ ടെൻഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ പുഴവക്കൽ, കടൽ പ്രദേശങ്ങളിലൊക്കെ പോയി ആ കടലിലേക്ക് നോക്കിയിരിക്കുക. ആ സൂര്യ അസ്തമയ സമയത്തൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെറുതെ ഒരു ടൈം പാസ് മാത്രമല്ല, ഇത് നമ്മുടെ ദൈവത്തിൻ്റെ, ഇത് അള്ളാഹുവിൻ്റെ, പടച്ചവൻ്റെ, റബ്ബിൻ്റെ ഒരു വിസ്മയമാണ്, ഒരു അത്ഭുതമാണ്, ഒരു അനുഗ്രഹമാണ്.
അത് കണ്ട് ആസ്വദിക്കുകയും ആ സമയങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ കടലിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. ആ കടൽ എന്തൊരു വിശാലതയാണ്, എന്തൊരു രസമാണ് കാണാൻ, എന്തൊരു കാറ്റാണ്. ഇതൊക്കെ ദൈവീക അനുഗ്രഹങ്ങളാണ്. അത് കണ്ട് ആസ്വദിക്കുക. അപ്പോഴും കുറേ ടെൻഷനുകൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിലുള്ള മക്കളുമായിട്ട് ചെറിയ ചെറിയ കളിയിലും തമാശകളിലുമൊക്കെ ഏർപ്പെടുക. ഭാര്യയുമായിട്ട് ഭർത്താവുമായിട്ട് നമ്മുടെ എല്ലാ ബേജാറുകളും വിഷമങ്ങളും പങ്കുവഹിക്കുക. അതുപോലെ നമ്മളെ ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ പോലുള്ള ആളുകളോടൊക്കെ നമ്മുടെ വിഷമങ്ങൾ പങ്കുവഹിക്കുക. അപ്പം അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയായി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല വഴിയിലേക്ക് നമ്മൾ തിരിയുക. അങ്ങനെയാകുമ്പം നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ടെൻഷനുകളൊക്കെ കുറേ മാറും. അതല്ലാതെ ടെൻഷൻ മാറാൻ വേണ്ടി ടാബ്ലറ്റ് കഴിക്കലും മറ്റു പല മരുന്ന് കഴിക്കലും ഒന്നിനും ഒരു പ്രതിവിധിയല്ല. മനസ്സിനെ നമ്മൾ തന്നെ പാകപ്പെടുത്തിയെടുക്കുക. അതിൻ്റെ പുറമെ ഓരോ ദൈവ ഗ്രന്ഥങ്ങളിലും പ്രത്യേകമായി എഴുതി വച്ച ചില വാക്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ ഉരുവിടുക. ഉദാഹരണത്തിന് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഇത് ടെൻഷൻ മാറാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ്. ഒരു ഖുർആൻ വാക്യമാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു ദിക്റാണ്, നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഒരു ദിവസം നമുക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റും അത്രത്തോളം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുപോലെ ടെൻഷൻ മാറാൻ മറ്റൊന്നാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അങ്ങനെ ഈ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റും നേരത്തെ പറഞ്ഞ ദിക്റും ഖുർആൻ പാരായണവും വേദഗ്രന്ഥങ്ങൾ വായിക്കലും ഇതൊക്കെ നമ്മുടെ ടെൻഷൻ മാറാൻ വലിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുഴുകുകയാണെങ്കിൽ നമ്മുടെ ടെൻഷൻ മാറിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവിക ഒരു കഴിവ്, ഒരു വഴി ദൈവം അള്ളാഹു നമുക്ക് തുറന്നു കാണിച്ചു തരും. അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഞാൻ വിജയിക്കും, ഞാൻ രക്ഷപ്പെടും, എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും, ഞാൻ ഒറ്റപ്പെടുകയില്ല, ഞാൻ തളരുകയില്ല. ഇങ്ങനെ പോസിറ്റീവായ ചിന്തകൾ മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നേറുക. അങ്ങനെയാകുമ്പം നമുക്ക് നല്ല വഴി തുറന്നിരും. ആ വഴിയിലൂടെ സഞ്ചരിക്കുക. നമ്മളെ കടങ്ങൾ വീടാൻ, മക്കളെ കെട്ടിക്കാൻ, കുടുംബം നോക്കാൻ, ജോലി കിട്ടാൻ, എല്ലാത്തിനും അത് മതി. അതാണ് ടെൻഷൻ. ആ ടെൻഷൻ നമ്മുടെ മനസ്സിനെ, എൻ്റെ മനസ്സിലൊരു ടെൻഷനുമില്ല, ഞാൻ എല്ലാ രംഗത്തും വിജയിക്കും, അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാകുമ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. അതല്ലാതെ പേടിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒന്നും നടക്കില്ല. ആത്മഹത്യക്ക് ശ്രമിച്ചാൽ ഒന്നും നടക്കില്ല. ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ഒന്നും നടക്കില്ല. ഒളിച്ചോടിയാൽ ഓടേണ്ടി വരും. എവിടം വരെ ഓടും? ഓടിയാൽ തീരില്ല. അതുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്ന് മുന്നേറുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാകും. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യുക. എൻ്റെ ഈ വോയിസ് നിങ്ങൾ പൂർണ്ണമായി കേൾക്കണം കേട്ടോ. പൂർണ്ണമായി കേട്ടാൽ നിങ്ങൾക്ക് നല്ല എനർജി കിട്ടും, നല്ല ഗുണങ്ങൾ വരും. ചിന്തിക്കാനും ജോലിക്ക് പോകാൻ എല്ലാത്തിനും നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ടാകും കേട്ടോ. മാത്രമല്ല ഈ വോയിസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടും, നഷ്ടമാവില്ല. അതുകൊണ്ട് നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളി. നമ്മളൊരുപാട് ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കേട്ട് പഠിക്കട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തോളി, എല്ലാവരും കണ്ടോളി, എന്നിട്ട് പ്രതിവിധി തേടിക്കോളി. ഇൻഷാ അല്ലാ. അള്ളാഹു ദൈവം നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. എല്ലാ പ്രശ്നപരിഹാരവും ദൈവം നമുക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.